ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അല്ല, അത് നമ്മൾ ആ ഒരു ഡിസ്പ്യൂട്ട് നിലനിൽക്കുമല്ലേ, കേസും കമ്മിറ്റിയും. നമ്മൾ അതിൽ നമ്മുടെ എക്സ്പേർട്ട് കമ്മിറ്റി മെമ്പറെ നമ്മൾ നിയമിക്കുന്നത് ഉൾപ്പെടെ തമിഴ്നാട് ഗവൺമെന്റുമായിട്ട് ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തലത്തിൽ കൂടിയുള്ള ചർച്ചയെക്കുറിച്ച് ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്താണ് അതിപ്പോഴല്ല അവരെ അറിയിച്ചത്, 2022 അറിയിച്ചായിരുന്നു. 2022 അറിയിച്ചപ്പോൾ ആ സ്ഥലം റെയിൽവേയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഗവൺമെന്റ് നോക്കിയത്. അവരന്നും പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞ ഒന്ന് തന്നെയാണ്. കാരണം അവർക്ക് ആവശ്യമില്ലെന്ന് കോച്ച് ഫാക്ടറിയുടെ ആവശ്യമായിട്ടുള്ള കോച്ചുകൾ ബാക്കിയുള്ള ഫാക്ടറികൾ നിർമ്മിക്കുന്നുണ്ട്. ഇനി ഒരു പുതിയ കോച്ച് ഫാക്ടറിയുടെ ആവശ്യമില്ല. ഇപ്പൊ റെയിൽവേ പറഞ്ഞിരിക്കുന്നത് അവരെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റെയിൽവേ മിനിസ്റ്ററുമായിട്ട് നമ്മൾ സംസാരിക്കും. ഇതിപ്പോ കിട്ടിയ ഇൻഫർമേഷൻ അല്ല, ഇപ്പൊ ഒരു വാർത്ത വന്നൊന്നല്ല. 2022 ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ അറിയിച്ചത്. ഇപ്പൊ ശരിയാപ്പോ അത്രയും മതി. അതല്ല, നമ്മുടെ മുമ്പിൽ ഒരു വേക്കൻസി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നടപടിക്രമം പൂർത്തിയാക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതിക്ക് അതിൻ്റെ അകത്ത് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഹൈക്കോടതി എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിനെതിരായിട്ട് വിജിലൻസ് കേസ് ഇല്ലല്ലോ. വിജിലൻസ് കേസ് വന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളുടെ പ്രൊമോഷൻ തടയണ എന്തിന്? ഒരാളുടെ പ്രൊമോഷൻ തടയണ അത് സർക്കാർ അന്വേഷിച്ചിട്ടാണല്ലോ നടപടിയെടുത്തത്. നടപടി അത് അന്വേഷിച്ചിട്ടാണ്. അതായത് സസ്പെൻഷൻ ഒരു അന്വേഷണ വിധേയമായിട്ടാണല്ലോ സസ്പെൻഡ് ചെയ്തേക്കുന്നത്. പ്രഥമ ദൃഷ്ട്യ ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കണ്ടു. കാരണം അവിടെ നിന്ന് മന്ത്രി കൊടുത്തതല്ല ഇത് ഇതായിരുന്നു. അതായത് ഒരാളെ മനഃപൂർവ്വം ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്തതായിട്ട് പ്രഥമ ദൃഷ്ട്യ മനസ്സിലായതുകൊണ്ടാണ് നടപടിയെടുത്തത്. ഇനി അത് അന്വേഷണം പൂർത്തീകരിച്ചിട്ട് ചെയ്യും. സസ്പെൻഷൻ പണിഷ്മെന്റ് അല്ലല്ലോ. അവർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്ത ആള് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരത് പറയില്ലേ? അത് നാച്ചുറൽ അല്ലേ? പോസ്റ്റ് ഇല്ലാത്ത സമയത്ത് ചെയ്താണ്. നമുക്ക് നോക്കാം, ഞങ്ങളത് പരിശോധിക്കാം. അവരെ വഴിയാതാരാക്കാൻ പറ്റില്ല. അതൊക്കെ ചെയ്ത ഒരുപാട് ക്രമക്കേടുകൾ ഇത്തരം കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇതേന്ന് നിങ്ങൾ ശബരിമല നെയ്യിനെ പറ്റിയും ചോദിച്ചില്ല, മറ്റേ PSC ക്രമക്കേടിനെ പറ്റി ഒന്നും ചോദിച്ചില്ല. അല്ല, ഞാൻ ശ്രദ്ധിക്കേണ്ടത്